നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ ഇന്ന് 103 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ രോഗബാധിതരായി നിരീക്ഷണത്തിലുള്ളവർ 195 പേർ സുഖം പ്രാപിച്ചതായും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 6 പേർ കൂടി മരിച്ചതായും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്ത് 49,965 RT-PCR പരിശോധനകൾ നടന്നു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,45,727 ഇതിൽ 5,34,834 പേർ രോഗമുക്തരായി. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒരു കോവിഡ് മരണമാണ് രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 97 പേർ കൂടി രോഗമുക്തി നേടി. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് 3,02,924 പേർക്കാണ്. ഇവരിൽ 2,93,007 പേരും ഇതിനോടകം രോഗമുക്തരായി. 4,084 പേർക്കാണ് കോവിഡ് കാരണം ഒമാനിൽ ജീവൻ നഷ്ടമായത്. 96.7% ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10 കോവിഡ് രോഗികളെ മാത്രമാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. UAE-യിൽ 772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1026 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിച്ച് 4 പേർ കൂടി മരിച്ചു. പുതുതായി നടത്തിയ 2,86,017 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,26,797 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE-യിൽ നിന്നുള്ള യാത്രാവിലക്ക് സൗദി അറേബ്യ പിൻവലിച്ചതിന് പിന്നാലെ വിമാന സർവീസുകൾ പുനരാരംഭിക്കാനൊരുങ്ങി എമിറേറ്റ്സ്. സെപ്റ്റംബർ 11 മുതൽ സൗദി സർവീസുകൾ ആരംഭിക്കുമെന്നാണ് എമിറേറ്റ്സ് പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ആഴ്ചയിൽ 24 സർവീസുകളാണ് UAE-യിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് നടത്തുക. സൗദി തലസ്ഥാനമായ റിയാദിലേക്കും ജിദ്ദയിലേക്കും എല്ലാ ദിവസവും UAE-യിൽ നിന്ന് എമിറേറ്റ്സിന്റെ വിമാന സർവീസ് ഉണ്ടാകും. ദമാമിലേക്കുള്ള പ്രതിദിന സർവീസുകൾക്ക് പുറമെ മദീനയിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകളാണ് പദ്ധതിയിടുന്നത്. യാത്രാവിലക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ UAE-യിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വിമാന സർവീസുകൾ സജീവമാകുന്നു. ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സും അബുദാബി ആസ്ഥാനമായ ഇത്തിഹാദും ശനിയാഴ്ച മുതൽ സാധാരണ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചു. ദുബായിൽ നിന്ന് 24 പ്രതിവാര സർവീസുകളാണ് നിലവിൽ ആരംഭിക്കുക. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 3 വിമാനങ്ങളാണ് ദുബായിൽ നിന്നുണ്ടാകുക. സെപ്റ്റംബർ 16 മുതൽ റിയാദിലേക്കുള്ള വിമാനങ്ങൾ ദിവസവും 2 എണ്ണമാകും. മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ മാസം അവസാനത്തോടെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നതായി എമിറേറ്റ്സ് അറിയിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മുഖത്ത് ധരിക്കുന്ന മാസ്കുകൾ ഉപയോഗത്തിന് ശേഷം പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി അധികൃതർ അറിയിച്ചു. ഉപയോഗശേഷം ഇങ്ങനെ വലിച്ചെറിയുന്ന മാസ്കുകളിൽ അണുബാധ ഉണ്ടാകും. അത് വീണ്ടും കോവിഡ് വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീ നടത്തിവരുന്ന ക്യാഷ് ആൻഡ് കാർ നറുക്കെടുപ്പിൽ ഇത്തവണ വിജയികളായി പ്രവാസി മലയാളികൾ. മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വിജയികൾക്ക് അധികൃതർ സമ്മാനങ്ങൾ കൈമാറി. മലപ്പുറം തിരൂർ സ്വദേശി മുജീബുർ റഹ്മാൻ $1,00,000 കൊല്ലം പാരിപ്പള്ളി സ്വദേശി നന്ദകുമാർ നാരായണക്കുറുപ്പ് ലെക്സ് കാറും സ്വന്തമാക്കി. കഴിഞ്ഞ ആഴ്ച മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന നറുക്കെടുപ്പിലാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. കുവൈറ്റിലെ പൊതുമേഖലയിലെ അഴിമതി സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് അധികൃതർ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഴിമതി വിരുദ്ധ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സമ്മാനമായി പണമാണ് അതോറിറ്റി വാഗ്ദാനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അഴിമതി വ്യക്തമായി ചൂണ്ടിക്കാണിച്ച വ്യക്തിക്ക് സമാനമായി പണം നൽകിയെന്ന് അഴിമതി വിരുദ്ധ അതോറിറ്റി ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബുസൂർ പറഞ്ഞു. ഒമാനിൽ 12 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള സ്കൂളിൽ വിദ്യാർത്ഥികളിൽ 90% പേർക്കും വാക്സിൻ നൽകിയതായി ഔദ്യോഗിക കണക്കുകൾ. എല്ലാ ഗവർണറേറ്റുകളിലുമായി ആകെ 3,05,530 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ വാക്സിൻ നൽകിയത്. റാസൽ കൈമയിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ പാലക്കാട് സ്വദേശി മരിച്ചു. മൂലങ്കോട് കളത്തിൽ വീട്ടിൽ അപ്പുക്കുട്ടനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ജോലിസ്ഥലത്ത് ഭാരം ഉയർത്താൻ ഉപയോഗിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ് ഇടിച്ചാണ് അപകടം. 27 വർഷമായി ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററാണ് അപ്പുക്കുട്ടൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.